അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വർഷം നമ്മുടെ അടുത്തൊരു ഹജ്ജിന്റെ ഒരു സമയം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹജ്ജിന്റെ ഓർമ്മകളും ഹജ്ജിന്റെ ചരിത്രങ്ങളും ഹജ്ജിന്റെ അനുഭവങ്ങളും ഒക്കെയുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല രീതിയിലുള്ള അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പെരുന്നാൾ ഓർമ്മകളും പെരുന്നാൾ കിസ്സകളും ഒക്കെ ഇങ്ങനെ ലോകത്ത് മൊത്തത്തിലിങ്ങനെ മുസ്ലിം ലോകത്തൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പളും നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഉസ്താദ് സമദ് ഉസ്താദാണ്. സമദ് ഉസ്താദ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹജ്ജ് ചെയ്തിട്ടുള്ള ഒരു ഉസ്താദാണ്. ഒരുപാട് തവണ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്നൊക്കെ പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മരണത്തെ മുന്നിൽ കണ്ടിട്ട് ഒരു ഹജ്ജ് ആയിരുന്നു മുന്നോട്ട് പോയിരുന്നു. അന്നത്തെ ഒരുക്കങ്ങളും അന്നത്തെ യാത്രയപ്പുകളൊക്കെ പറഞ്ഞാൽ തീർത്തും ഇന്നത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിപ്പോൾ ഇന്ന് ഹജ്ജിന്റെ സമയത്ത് ചെയ്യുമ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സുവിശേഷങ്ങൾ നമ്മൾ കാണാൻ പറ്റുക. അപ്പോൾ ഉസ്താദിന്റെ ഒരു പഴയകാല ഹജ്ജ് ഓർമ്മകൾ എന്തൊക്കെയാണ്? എന്നാണ് ഈ ആദ്യമായിട്ട് ഹജ്ജ് പോകുന്നത്? അത് തുടക്കം നിങ്ങൾ പറഞ്ഞപ്പോൾ പറയുന്നില്ല, ഹജ്ജ് ഏത് കാലത്തും ത്യാഗം തന്നെയാണ്. അതിപ്പോ മുൻകാലത്ത് ആ കാലത്തിനനുസരിച്ചുള്ള ത്യാഗമുണ്ട്. ഇപ്പോ സംവിധാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പറയുന്നുണ്ട്. എന്തായാലും ഹജ്ജ് ജീവിതത്തിൽ വലിയൊരു ത്യാഗത്തിന്റെ കഥകളാണ് ഓരോ ഹാജിമാർക്കും ഓരോ ജീവിതത്തിൽ പറയാനുള്ളത്. അൽഹംദുലില്ലാഹ് 1993-94 കാലഘട്ടങ്ങളിലാണ് പരിശുദ്ധ ഹജ്ജിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹജ്ജിന് ആദ്യമായിട്ട് എനിക്ക് പോകാൻ സാധിച്ചത്. അതായത് 35-36 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഇത്രയൊന്നും പ്രായമില്ല, നല്ലൊരു ആരോഗ്യ കാലഘട്ടമാണെങ്കിലും നമ്മളെ അന്നത്തെ അവസ്ഥയില് അത് വലിയ അന്ന് അതിന്റെ മുമ്പുള്ള കാലം ആലോചിക്കുകയാണെങ്കിൽ നമ്മള് പല ആളുകളെയും ഹാജിമാരെയും ഒക്കെ യാത്രത്തിലൊക്കെ പങ്കെടുത്തത് ഓർമ്മ വരുമ്പോൾ അവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഈ നാട്ടിൽ നിന്ന് ഇവിടെ പറഞ്ഞ് തിരിച്ചു വരാത്ത രൂപത്തിലുള്ളൊരു യാത്രയപ്പാണ് അവർക്ക് കൊടുത്തിരുന്നത്. പല ആളുകളും കപ്പൽ മാർഗമായിരുന്നു ഹജ്ജിന് പോയിരുന്നത്. അതിനു മുമ്പുള്ള ആളുകളൊക്കെ ഇന്ത്യയിൽ നടന്ന ഹജ്ജിന് പോയ ആളുകളിൽ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ഒരാൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെ മുമ്പ് ഹജ്ജിന് നടന്നു പോയ ആളുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിച്ചു. പിന്നെ സ്ഥിരമായിട്ട് കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഇത്രയോ ദിവസങ്ങളോളം കപ്പലിൽ യാത്ര ചെയ്യുക, അതിൻ്റെ ഇടയിൽ മരണം സംഭവിച്ച കപ്പലിൽ പിന്നെ തന്നെ കടലിലേക്ക് താഴ്ത്തുക, ഇങ്ങനെ മറിയുന്നൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ ജീവിത കാലഘട്ടത്തിൽ എൻ്റെ ആദ്യ ഹജ്ജ് കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. മെയിൻ മാർഗം കരിപ്പൂരിൽ തന്നെ ഹജ്ജിന് പോകാനുള്ള ഒരു തോഫീക്കാണ് നമ്മുടെ ഒരു ബന്ധപ്പെട്ട ഞാൻ ഏർക്കര കടാമ്പുഴ അടുത്ത് ഏർക്കയിൽ മുദരിസാകുന്ന കാലത്ത് അവിടുത്തെ ഒരു പ്രമുഖ സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് കഴിവുണ്ടായിരുന്ന ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന സൈനുദ്ദീൻ ഹാജി എന്ന് പറയുന്ന തേനൂട്ടി ഓക്കെ സൈനുദ്ദീൻ ഹാജി, അദ്ദേഹം എന്നോട് ഒരു പ്രാവശ്യം ഒരു സമയത്ത് വന്നിട്ട് ഉസ്താദിന് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അന്നത്തെ ആ മറുപടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പഠിച്ചവന് ഹജ്ജിന് പോകാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ അത് പറയുന്ന നിങ്ങൾ പാസ്പോർട്ട് തരീന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് വാങ്ങി. ഒരു ദുൽഖായത് ആദ്യത്തിലായിരുന്നു പാസ്പോർട്ട് വാങ്ങി. ദുൽഖായത് ഒരു 15 ആയപ്പോൾ തന്നെ വിസ അടിച്ചു വന്നു. അന്നത്ര കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഫസ്റ്റ് ഹജ്ജിന് പോയത്. അന്നെല്ലാ സൗകര്യത്തോടു കൂടെയാണ്. പ്ലെയിൻ മാർഗമാണ്. മക്കയിൽ പോയി, ജിദ്ദയിൽ പോയി, മക്കയിൽ ബസ്സിൽ നിന്ന് മദീനയിലേക്കൊക്കെ പ്ലെയിനാണ് ജിദ്ദയിൽ നിന്ന് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും സൗകര്യത്തോടു കൂടെ ഒരു സാമ്പത്തിക കഴിവുള്ള സമയമായിരുന്നു കൊണ്ട് അതേ എല്ലാ സൗകര്യത്തോടു കൂടെയാണ് ഹജ്ജിന് പോയത്. അപ്പോൾ വളരെ അന്നും ഹജ്ജ് ഒരു ത്യാഗം തന്നെയാണ്. അതിന്റെ ഒരുക്കങ്ങൾ നേരത്തെ നമ്മള് ഹജ്ജ് എന്ന് പറയുമ്പോൾ എന്തായാലും മൂപ്പര് സംബന്ധിച്ചും വന്നാൽ മൂപ്പര് എൻ്റെ കൂടെ പോരുന്ന ഒരാള് എന്നെ കൊണ്ടുപോകുന്നത് ഒരു ഉസ്താദ് എന്നുള്ള ഇറക്കാം. ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ ഹജ്ജ് കൂടെ ഒരു ഉസ്താദിന്റെ കൂടെ ഹജ്ജിന് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ എനിക്ക് കൂടുതലായി ആ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഇറക്കാണ് എന്നെ ഹജ്ജിന് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം. അന്ന് അതിനുള്ള പുസ്തകങ്ങൾ, അതിനുള്ള കിതാബുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അതിനെപ്പറ്റി പഠിച്ചു, അറിയുന്ന ആളുകളോടൊക്കെ ചോദിച്ചു. മൂപ്പര് ഞാൻ ഒരുപാട് സമയങ്ങൾ ദിവസങ്ങൾ ക്ലാസ്സുകൾ എടുത്ത് എനിക്ക് ഹജ്ജിനുള്ള എല്ലാ സാധനങ്ങളും മൂപ്പര് തന്നെ വാങ്ങി തന്നു. അങ്ങനെയാണ് ഫസ്റ്റില് ഹജ്ജിന് കൊണ്ടുപോകുന്നത്.
അപ്പൊ അതിന്റെ ഒരു ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പഠനമാണ് അതിന്റെ ഒരുക്കത്തിൽ ഏറ്റവും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇന്ന് അതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പഠനമില്ലാണ്. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് ഒരുങ്ങുന്നതോടുകൂടെ തന്നെ ഹജ്ജിന്റെ അലമാരികളെ സംബന്ധിച്ചും ഹജ്ജിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ പരമാവധി ഉസ്താദുമാരുമായിട്ടോ അല്ലെങ്കിൽ കിതാബിൽ നിന്നോ ഇന്ന് ഒരുപാട് ഉസ്താദുമാരുടെ പുസ്തകങ്ങൾ തന്നെ ഹജ്ജ് മനാസിക്കുൽ ഹജ്ജ് കിട്ടാനുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുക, അതിന്റെ ദ്വാകൾ കാര്യങ്ങൾ മുഴുവൻ ഇഫുള്ളാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ അത് അന്നത്തെ ഒരുക്കം അതിൻ്റെ ഒരു സാധിച്ചില്ല. കുറച്ച് ദിവസങ്ങളോളം അതിനു വേണ്ടി തയ്യാറെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ പ്രധാനമായിട്ട്. ഈ ഹജ്ജ് യാത്രയിലൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഴയ കാലഘട്ടത്തിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ഹറമിലും അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ. ഇന്ന് ഹറമിൽ ചെല്ലുമ്പോൾ തന്നെ അത് ഹറമിന്റെ ചുറ്റുഭാഗത്ത് ഇന്നത്തെ അവസ്ഥയൊന്നുമല്ല. അന്ന് മുറ്റം വളരെ കമ്മിയായിരുന്നു. ഹജ്ജിന്റെ ഹറമിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് താമസം നമ്മൾ ഇന്ന് ഗവൺമെന്റിലല്ല, പ്രൈവറ്റ് ഒരു ഗ്രൂപ്പിലല്ല, നമ്മൾ സ്വന്തം റിസ്കിലായതുകൊണ്ട് അന്ന് ഏറ്റവും പ്രയാസം താമസിക്കാനുള്ള സൗകര്യം ഒരു പ്രയാസം തന്നെ തോന്നി. പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്തു, പിന്നെ നമുക്ക് അസൗകര്യമാണെന്ന് മനസ്സിലാക്കിയ കുറച്ചും കൂടി അടുത്തുള്ളിലേക്ക്. പക്ഷെ ഈ പിന്നെ ദൂരെ മക്കയിലേക്ക് ഹറമിലേക്കും മത്താഫിലേക്കും എത്തുക, അവിടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഇന്നും ഒരു പ്രയാസം തന്നെയാണ്. ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ നടന്നെത്തി അടുത്ത് താമസിക്കുന്നവർക്ക് പ്രയാസം ഇല്ലെങ്കിൽ ദൂരമുള്ളവർക്കൊക്കെ പ്രയാസമാണ്. അപ്പം അന്ന് നമ്മളെ യാത്രയിൽ ഉണ്ടാകുന്ന കുറെ ആ പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ കഴിയുന്ന ഒരു കാലമായത് കൊണ്ട് അത്ര വലിയൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും പിന്നെ കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ താമസിച്ചതും അവിടെ നിന്ന് ഇറങ്ങി എല്ലാ നേരം ജമാഅത്തിന് വണ്ടിയിലേക്ക് അറമിലേക്ക് എത്തുക, ബാങ്ക് വെക്കുമ്പോഴൊക്കെ അറമിലെത്തണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ആദ്യത്തെ യാത്രയുണ്ടായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയൊരു പ്രയാസങ്ങൾ ആ കാലത്ത് സാധാരണ രാജ്യന്മാരെ സംബന്ധിച്ച് അന്നുള്ള എൻ്റെ പ്രായവും പിന്നെ എനിക്ക് കിട്ടിയ സൗകര്യങ്ങളും കാണിച്ചിട്ട് അത് പിന്നെ ഹജ്ജിന്റെ അമലുകളിലൊക്കെ അറഫ വലിയ പ്രയാസമാണ്. ആ കാലഘട്ടത്തിലാണ് പിന്നെ മിനായിൽ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായത്. ആളുകളൊക്കെ ഓടുന്ന സമയം, പിന്നെ അതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായൊരു കാലഘട്ടം ഉണ്ടായിട്ട് വെള്ളമൊലിച്ച് മുന്നിൽ നിന്നൊക്കെ വെള്ളമൊലിച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. അതുപോലെ മിനായിൽ കല്ലെറിയുന്നത് മറക്കാൻ കഴിയാത്ത ഫസ്റ്റിൽ ഹജ്ജിനുണ്ടായ വലിയൊരു അനുഭവമാണ്. പിന്നെ മിനായിൽ നമ്മൾ കല്ലെറിയുന്ന സമയത്ത് പിന്നെ ഒരുപാട് തിരക്കുകൾ പെട്ട് ഇത്ര ക്രമീകരണങ്ങളില്ലാത്ത കാര്യം. ഇന്ന് തവാഫിനൊക്കെ അല്ല സൈന് പോകുന്ന ആള്, മിനായിലേക്ക് റമീന് പോകുന്ന ആളുകൾ, കല്ലെറിയാൻ പോകുന്ന ആളുകൾക്കൊക്കെ വളരെ സൗകര്യപ്രദമായ രൂപത്തിലാണ് ഇന്ന് സൗദി ഗവൺമെന്റ് അതിനുള്ള സംവിധാനമായ ലക്ഷക്കണക്കിൽ മിലിറ്ററി ഇറങ്ങിയതിനുള്ള എല്ലാ സൗകര്യത്തോടും. അന്നങ്ങനെയില്ല. അന്നങ്ങനെ ഇഷ്ടമുള്ള ഇഷ്ട സമയത്ത് അങ്ങനെ പോവുക, അത് ചെയ്യുക, അങ്ങനെ എല്ലാവരും എറിയുന്ന സമയത്തൊക്കെ ഒരേ സമയത്ത് വന്നപ്പോൾ അതിലേതോ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ വരും, അവർക്ക് വേണ്ടി മിലിറ്ററി സ്ഥലം ഒഴിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആ തിരക്കിൽ പെട്ടത് അതിനുണ്ടായ വലിയൊരു സംഭവമായിട്ട് വലിയൊരു പിന്നെ ഓർമ്മയിൽ നിന്ന് മറക്കാത്ത പല സംഭവിച്ചിട്ടുണ്ട്. മിനായിലെ കല്ലെറിയുന്ന സമയത്തുണ്ടായ പ്രയാസങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവുന്ന. ഏതായാലും ഹജ്ജ് അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ നമുക്ക് അള്ളാഹു ചെയ്ത തൗഫീഖാണ്. പക്ഷെ അത് പറയുന്നത് ഹജ്ജ് എന്തായാലും ത്യാഗമാണ്. അപ്പോഴേ അതിൻ്റെ ആ ഹജ്ജിൻ്റെതായ ആ ഒരു ലബ്ധത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ രസം ആ ത്യാഗത്തിലൂടെ ചെയ്ത് പൂർത്തിയാക്കപ്പെടും. ഇപ്പോഴും നമുക്കറിയാം മിന കഴിഞ്ഞ് പിന്നെ മിനായിൽ നിന്ന് അറഫ കഴിഞ്ഞ് രണ്ടാമത് മുസ്ദലിഫ വഴി മിനായിലേക്ക് എത്തുക എന്നുള്ളത് ഇന്ന് ഓരോ ഹാജിയെ സംബന്ധിച്ചും വലിയൊരു ത്യാഗമാണ്. വാഹനത്തിൽ പോകുന്നവർക്കാണെങ്കിൽ വാഹനം നീങ്ങാത്ത അവസ്ഥ, നടന്നു പോകുന്നവർക്കാണെങ്കിൽ കിലോമീറ്ററോളം നടന്ന് പിന്നെ അവിടെ മിനായിലേക്ക് പിന്നെ മുസ്ദലിഫ വഴി മിനായിലേക്ക് എത്തുന്ന ആ ഒരു പ്രയാസം, മുസ്ദലിഫയിലെ അപ്പുറത്ത് മിനായിലേക്ക് എത്തുന്ന ആ ഒരു സംഗതിയൊക്കെ അത് ഇന്ന് ഏത് ഹാജി പ്രയാസം ഉണ്ടാവും. അപ്പൊ ഹജ്ജ് പോകുന്ന ഒരാൾ സാമ്പത്തികമായ ഹജ്ജ് കഴിവുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ അവരെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങണം എന്നതാണ് ഈ സമയത്ത് എല്ലാവരോടും പിന്നെ നമുക്ക് പങ്കുവെക്കാനുള്ളത്. നമ്മൾ ഈ ഹജ്ജിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ടതാണ്, ആരോഗ്യമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാമ്പത്തിക സ്ഥിതി നമ്മൾ പറയുമ്പോൾ പണ്ട് കാലഘട്ടത്തിലുള്ള തുടക്കത്തിലെ എങ്ങനെയായിരുന്നു? അന്നും സാമ്പത്തിക അന്ന് ഇത്ര തന്നെ ചെലവുകളില്ല. പക്ഷെ അന്നത്തെ മൂല്യം നോക്കിയാൽ ഇന്നത്തെ മൂല്യവും അന്നത്തെ നമ്മുടെ സമ്പത്തിന്റെ മൂല്യം നോക്കിയാലും രണ്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മളൊരു ഭക്ഷണ സാധനം വാങ്ങുമ്പോഴാവട്ടെ
അല്ലെങ്കിൽ ഒരു സ്വർണം വാങ്ങുമ്പോഴാവട്ടെ, അന്നത്തെ സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ 5000 ഒക്കെ ഉള്ള കാലഘട്ടമാണ്. ഒരു പവന് 5000. ഇന്ന് 1,00,000 എത്രയോ മീതെ പോയി. അപ്പം രണ്ടും കൂടെ മൂല്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല സാമ്പത്തികമാണ്. പക്ഷെ അന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അവന്റെ ബാധ്യതകൾ, എത്ര സമ്പത്തുള്ള ആളാണെങ്കിലും അവന് പെര ഉണ്ടാക്കി അവന്റെ മക്കളൊക്കെ കെട്ടിച്ച് എല്ലാം തീർന്നതിന്റെ ശേഷമേ ഹജ്ജിന് പോവുള്ളൂ എന്നുള്ളൊരു വെപ്പാണ്. പക്ഷെ അത് ശരിയല്ല. അത്യാവശ്യം അവന്റെ അന്ന് ആ ഇതിനുള്ള ചെലവുകൾ കഴിച്ച് അവനക്ക് ബാക്കിയുണ്ടെങ്കിൽ ഹജ്ജാണ് പോകണം എന്നുള്ള ഇസ്തിത്താഅത്ത് അതോടുകൂടെ വരും. പക്ഷെ അധികം ആളുകളും എല്ലാം കഴിഞ്ഞ് അവസാനം എല്ലാ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടതിന്റെ ശേഷം അവർ ഹജ്ജിന് ഒരുങ്ങുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രവണത ഇന്നത് മാറി പറയാൻ. ഇന്ന് നമുക്ക് വിദേശത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അവരുടെ നല്ല പ്രായത്തിൽ തന്നെ ഹജ്ജ് ചെയ്യാൻ പോകുന്നുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ആരോഗ്യവും നേരിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഈ സബീല ഇസ്ലാമിൻ ഹജ്ജ് നിർബന്ധമാക്കുമ്പോ തന്നെ അങ്ങനെ ഒരു കൈതോടു കൂടെയാണല്ലോ വെച്ചിട്ടുള്ളത്. വഴിയാരും മുതലാരും തടിയാരും കഴിവുണ്ടാകാന്നുള്ളതാണ്. ഈ ഹജ്ജിന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഈ ഹജ്ജിന്, അതായത് നമ്മൾ ഈ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ദുൽഹിജ്ജ ആ ഒരു 10-ാം തീയതി അന്നത്തെ ഒരു സിറ്റുവേഷൻ അതായത് ഈ മാസം നമ്മൾ കേൾക്കുമ്പോ തന്നെ നമ്മളിപ്പോ ദുൽഹിജ്ജ പറന്നു ചൊവ്വാല് മുതൽക്ക് തന്നെ നമ്മുടെ പൂർവികന്മാരായ ഉസ്താദന്മാരൊക്കെ ചൊവ്വാല് ദുൽഹിജ്ജ, ഹജ്ജിയുടെ മാസം എന്ന് പറഞ്ഞാല് ദുൽഹിജ്ജ മാത്രമല്ലല്ലോ, ചൊവ്വാല് ദുൽഖഅദ ദുൽഹിജ്ജ ഈ 10 ദിവസങ്ങള് ഹജ്ജിന് ഇഹ്റാം കെട്ടേണ്ട മാസം അതാണ്. അപ്പോ അന്ന് ഉണ്ടായിരുന്ന എല്ലാ ഉസ്താദന്മാരാവട്ടെ മഹാന്മാരൊക്കെ ചൊവ്വാല് പറക്കുന്നതോടുകൂടെ തന്നെ ഹജ്ജ് മാസം ആയി എന്നുള്ള ആ ഒരു കരുത്തോടു കൂടെയാണ്. പിന്നെ ദുൽഹിജ്ജ എന്നുള്ള പേരോടുകൂടെ വരുമ്പോൾ കുറച്ചും കൂടി മക്കയോടും ആ കഅബത്തിനോടുള്ള ആ ഒരു വലിയ ഇത് ഹൃദയത്തിലേക്ക് കടക്കുക. അപ്പൊ അതിനുള്ള അമലുകള്, പിന്നെ സൂറത്തുൽ ഹജ്ജ് ഓതുക, അല്ലെങ്കിൽ എനിക്ക് എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വൽഫജിർ ഓതുക, അപ്പൊ ആ 10 ദിവസത്തിന്റെ. അപ്പൊ അതൊക്കെ ഒരു വലിയ പുണ്യമായി കാണുക, വലിയൊരു അമലായിട്ട് തന്നെയാണ് പൂർവികന്മാരായ ആളുകൾ, ഇന്നുള്ള നല്ല നല്ല മഹാന്മാരായ ആളുകളൊക്കെ ചെയ്തു കൊണ്ടുവരുന്നത്. അത് ഹജ്ജിനോടുള്ള, ഹജ്ജ് എന്ന് കേൾക്കുമ്പോ ഒരു വലിയ ഒരു ഇതാണല്ലോ മനസ്സിലേക്ക് കടക്കുക. ഹജ്ജ് ചെയ്തവൾക്ക് ഇനിയും ചെയ്യാനും, ചെയ്യാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പഠിച്ചവനെ എൻ്റെ പരിശുദ്ധ കഅബ ഹജ്ജിന് വേണ്ടി കാണുക എന്നുള്ളതാണ്. സംഗതി ഇപ്പോ ചില ആളുകൾക്ക് ഇന്ന് ഒരു 80% നമ്മുടെ ആളുകളൊക്കെ പരിശുദ്ധ കഅബ കണ്ടിട്ടുണ്ടാവും. അതധികം ഉംറ നിർവഹിച്ചു പോരാണ്. ഉംറ നിർവഹിക്കല് അതോടെ ആ ഉംറയുടെ ഫറല് വീടി എന്നല്ലാതെ അവർക്ക് ഹജ്ജ് എന്നാലും ബാധ്യത അവിടെ കിടക്കുക. അതല്ലേ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ പെരുന്നാട് എന്നുള്ളത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. രാത്രിയിൽ മൈലാഞ്ചിക്ക് കയ്യിലിടുകയും കുട്ടികളൊക്കെ ഭയങ്കര രീതിയിൽ പെരുന്നാട് നല്ല ആഘോഷിക്കും. ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ എല്ലായിടത്തും മുസ്ലിം ലോകത്ത് അന്നൊരു അവധികളാണ്. ബക്രീദ് ആഘോഷിക്കുക, വലിയ പെരുന്നാൾ ആഘോഷിക്കണം. ഈ വലിയ പെരുന്നാളിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് പഴയ കാലഘട്ടത്തിൽ? ഞങ്ങൾ വലിയ പെരുന്നാളിനെന്ന് പറഞ്ഞാല് നല്ല കുട്ടികളാവുന്ന കാലത്ത് എല്ലാ കുട്ടികളും എല്ലാ കുടുംബങ്ങളും എല്ലാവരും സന്തോഷത്തോടുകൂടെ വീട്ടിൽ ഒരുമിച്ച് കൂടും. പഴയ കാലത്തൊക്കെ പിന്നെ പടക്കം പൊട്ടിക്കും. ഈ തോക്കൊക്കെ വാങ്ങി കുട്ടികൾക്കൊക്കെ തോക്ക് വാങ്ങിയിട്ട് ആ തോക്ക് പൊട്ടിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ എല്ലാവരും മൈലാഞ്ചി ഇടും. പിന്നെ പെരുന്നാൾ പിന്നെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, പെരുന്നാളിൻ്റെ ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാവരും സ്കൂളുകളോ ഗ്രൗണ്ടുകളിലൊക്കെ ചെന്നിട്ട് പഴയ കുട്ടികളൊക്കെ ഒന്നിച്ചിരുന്ന് പാട്ട് പാടുക. കുലുകുലു മെച്ചം വെണ്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി രസിച്ചിരുന്നൊരു കാലഘട്ടം നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് നല്ല ഓർമ്മ. കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ ഒരു ഭാഗത്ത് ഉണ്ട്. ഇന്നത്തെ മാതിരിയല്ല, അതൊക്കെ രസകരമായി കൂടെ എല്ലാവരും പെരുന്നാൾസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് അന്നാണ് നല്ലൊരു ഭക്ഷണം കിട്ടുക. ഓരോ പെരുന്നാൾ എന്ന് പറഞ്ഞപ്പോൾ വലിയ പെരുന്നാൾ വരുമ്പോൾ 4 ദിവസം അത്യാവശ്യം നല്ലൊരു ഭക്ഷണം ഓരോരുത്തരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ പിന്നെ ഒഹിയത്തിന്റെ മാംസം അതൊക്കെ കിട്ടി, അതുകൊണ്ട് നല്ല ഭക്ഷണം കറിയൊക്കെ വെക്കുമ്പോൾ അതൊരു സന്തോഷമായിട്ട് തന്നെയാണ് പെരുന്നാളിനെ നമ്മൾ ആഘോഷിച്ചു. നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ അതിനെ കണ്ടിരുന്നു. വളരെ തോന്നുക എല്ലാ കുട്ടികളും രാവിലെ തന്നെ ഉമ്മാരെന്ത് ചെയ്യും, എണ്ണ തേച്ച് അന്നാണ് എണ്ണ തേച്ച് കുളിക്കുക. എണ്ണ തേച്ചിട്ട് എല്ലാവർക്കും രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എണ്ണ തേച്ച് കൊടുക്കും. എണ്ണ തേച്ച് എല്ലാവരും കുളിപ്പിച്ച് പള്ളിയിൽ പോകുന്നവർക്കൊക്കെ അന്നുള്ള നല്ല വസ്ത്രം, പുതിയ വസ്ത്രം എല്ലാവർക്കും വാങ്ങിയിട്ട് കൊടുത്ത് പള്ളിക്ക് പറഞ്ഞേക്കും. പെൺകുട്ടികളൊക്കെ
അതിനനുസരിച്ച് വീട്ടിൽ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരു നല്ല ഒരു പഴയ ഓർമ്മ, അത് വലിയാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. ഈ പഴയ ഒരു മാസപ്പിറവികൾ അത് കാണുന്നതിന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? ഇപ്പൊ കുറെ കൂടെ ഒക്കെ ഈ ഒരു വ്യവസ്ഥാപികമായിട്ട് കുറച്ചുകൂടി ഒക്കെ പുരോഗമനം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? പഴയ കാലത്ത് ഇപ്പൊ എന്താണ് റമദാൻ മാസപ്പിറവി അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ മാസപ്പിറവി, അതാണ് പ്രധാനമായിട്ട്. അതിനു വേണ്ടിയാണ് ഇപ്പൊ ഇതില്ല. മറ്റേത് നമ്മൾക്ക് ദിവസം ഉണ്ടല്ലോ മാസപ്പിറവി കണ്ടറിഞ്ഞത്. അന്ന് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ആ കാര്യങ്ങൾ പിന്നെ കാദിമാര് നിർവഹിക്കാറുണ്ട്. വന്നാൽ മാസം കണ്ടു എന്ന് ഇന്നത്തെ പോലെ ടെലിവിഷനോ അല്ലെങ്കിൽ ഫോൺ സൗകര്യങ്ങളോ, ഫോണുണ്ടെങ്കിൽ തന്നെ ഫോൺ അവർ സ്വീകരിക്കൂല. അവർ നേരിട്ട് കണ്ട സ്ഥലത്ത് അവിടെ ഉറപ്പിച്ച കാദിന്റെ അടുത്ത് പോയി ആ കാദിയിൽ നിന്ന് ലെറ്റർ വാങ്ങി കൊടുന്നു കൊടുക്കണം. അപ്പൊ താന്നൂരൊക്കെ എനിക്ക് ശരിക്കറിയാം. ഞങ്ങൾ ഇവിടുന്ന് മാസം കണ്ടിട്ടുണ്ട് എന്നുള്ള ചെറിയ ഊഹം കേട്ട് കഴിഞ്ഞാൽ എവിടെ, അന്ന് എല്ലാവരും പാണക്കാടാണ്. കോയത്തങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ഷിയാബ്ദങ്ങളുടെ കാലത്ത് ഇവിടുന്ന് വണ്ടി വിളിച്ച് ഞങ്ങൾ പോയി അവിടുന്ന് തങ്ങളെ ലെറ്റർ വാങ്ങിയിട്ടാണ് മഹലിൽ വിളിച്ചു പറയാറുള്ളത്. അങ്ങനെ ഇന്ന സ്ഥലത്ത് മാസം കണ്ട അടിസ്ഥാനത്തിൽ പാണക്കാട് തങ്ങൾ ഉറപ്പിച്ച അടിസ്ഥാനത്തിൽ ഈ മഹലിലും ഞാൻ ഉറപ്പിക്കുന്നു എന്ന് കാതി വിളിച്ചു പറഞ്ഞാൽ അന്നെന്താവും, പിന്നെ നോമ്പാവും. പെരുന്നാളാണെങ്കിലും അപ്പോഴേ അറുക്കുള്ളൂ. മൃഗങ്ങളൊക്കെ എന്താവും, ഇങ്ങനെ മാർക്കറ്റിൽ തയ്യാറാക്കി വെക്കും. മാസം കണ്ടു എന്ന ഊഹം കിട്ടി അറുക്കൂല. കാലി ഉറപ്പിച്ചു എന്ന് മാറ്റി പള്ളിക്കലിൽ നിന്ന്, ജുമാഅത്ത് പള്ളിയാണെന്ന് താന്നൂരുള്ളത്, ജുമാഅത്ത് പള്ളിക്കലിൽ നിന്ന് തെക്ബീർ ചൊല്ലി മാത്രമേ എന്താവുള്ളൂ അറിവ് വരെ നടത്തുകയുള്ളൂ. മാസം ജനങ്ങൾ ഉറപ്പിക്കുള്ളൂ. അപ്പോഴേ പെരുന്നാളാണ് നാളെ എന്നുള്ളത് പ്രഖ്യാപിക്കുള്ളൂ. ഇന്ന് നേരത്തെ തന്നെ, ഇന്നെന്ന് പറഞ്ഞാൽ ഖാദി ആവണം എന്നില്ല. ആർക്കാ കിട്ടിയതെങ്കിൽ അവരെന്നെ ഉറപ്പിച്ച്, അതിന് ശരിയായൊക്കെ ഉണ്ടാവും. സ്വന്തം ഉറപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു നാട്ടിനെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു നല്ല കാര്യങ്ങളാണ്. അപ്പൊ നാട്ടിന്റെ കാവി ആരെങ്കിൽ ആ കാവി ഉറപ്പിച്ചതിന് ശേഷം ആ നാട്ടുകാരെ വിളംബരം ചെയ്യാൻ പാടും. അല്ലെങ്കിൽ അത് ശരിയായ രൂപമല്ല. നാട്ടുകാർക്ക് ഒരു മഹലിൽ നിന്ന് ഏത് നിരക്ക് അറിയിക്കണമെങ്കിൽ ആ നാട്ടിലെ കാവി ഉറപ്പിച്ചു എന്നുള്ള വിവരം നാട്ടിക്ക് സ്ഥിരമായ നിലയിൽ, പിന്നെ സത്യസന്ധമായ നിലയിൽ നീതിമാന്മാരവയിൽ നിന്ന് വിവരം കിട്ടി അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തുള്ളപ്പോൾ അപ്പൊ അത് വലിയൊരു കാര്യങ്ങളാണ്. അത് മാസം കാണുക, അത് സന്തോഷിക്കുക, തക്ബീർ ചെല്ലുക, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ട തക്ബീറുകളുടെ തക്ബീർ ജാഥകൾ സംഘടിപ്പിക്കുക, അതൊക്കെ ഒരു മുൻകാലത്തുണ്ടായിരുന്ന നല്ല നല്ല ഇതുണ്ട്. അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിക്കൽ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശരിയായ വിധിയും എല്ലാത്തിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു നല്ലൊരു സന്തോഷത്തിന്റെ ഒരു അടയാളമായിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഒക്കെ നമ്മളിപ്പോ ഷിയാബ് ചുറ്റൂരിനെ പോലത്തെ ആളുകളൊക്കെ ഇപ്പൊ എന്തായിട്ടുണ്ട്, നടനാട്ട് ഇങ്ങനെ ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ ചില ആളുകള് സൈക്കിളിന് പോകണമല്ലൊക്കെ ഉണ്ട്. പഴയ കാലഘട്ടത്തിനൊക്കെ ഓർക്കുക എന്നുള്ള രൂപത്തിലാണ് അവരൊക്കെ പലതും അങ്ങനെ നടത്തിയിരുന്നത്. അവരുടെ അനുഭവങ്ങളുടെ ഒക്കെ അവർ പറയുന്നത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഇതിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ പുതിയ തലമുറയോട് ഇതിപ്പോ വിമാനത്തിലൊക്കെ പോയി ഹജ്ജൊക്കെ ചെയ്തത് കൂടുതൽ പ്രതിസന്ധികളൊന്നും നേരിടാൻ സാധിക്കാത്തൊരു സംഭവമാണല്ലോ ഇപ്പൊ. അവരോട് പറയാനുള്ളത് ഏത് സൗകര്യമാണ് കിട്ടിയെങ്കിൽ ആ സൗകര്യം ഉപയോഗപ്പെട്ടത്. ഇങ്ങനെ എന്റെ വ്യക്തിപരമായ അഭിപ്രായതാണ്. പല അഭിപ്രായക്കാരുണ്ടാവും. ഇങ്ങനെ ഒരു മനുഷ്യന് അവനെ അത്രയും ത്യാഗം ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് പ്ലെയിൻ മാർഗം നമുക്ക് സൗകര്യം, അതിന് സ്ഥിതാകത്ത് കഴിവുണ്ട്, സാമ്പത്തിക കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾ പ്ലെയിൻ മാർഗം തന്നെ ഹജ്ജിന് പോട്ടെ. കാരണം അത്രയും അവന്റെ നഫ്സിനെ ഹലാക്കിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതിന് മറ്റൊന്നും സുരക്ഷിതത്തിന്റെ വഴിയല്ല. ഇനി പ്ലെയിനിന് പോകാൻ അയാൾക്ക് സാധ്യമല്ല, അവന് അത്രത്തിന്റെ ഇസ്തിത്താഅത്ത് വരുന്നില്ല. അപ്പം അങ്ങനെ ഇസ്തിത്താഅത്ത് പിന്നെ അവനക്ക് കഴിയുന്ന കപ്പലാണ്. അത് കപ്പൽ ശരിയായ റൂട്ടായി സുരക്ഷിതമായ വഴിയായി സുരക്ഷിതത്വം കിട്ടുന്നുണ്ടെങ്കിൽ കപ്പൽ പോകും. നടന്നു പോയി റിസ്ക് എടുക്കാൻ പിന്നെ ഒരു നിർബന്ധമായ ഒരു നിരക്കില്ല. അത് ഒരു പിന്നതല്ല. അങ്ങനെ ഒരാൾ ചെയ്തുണ്ട്, അൽഹംദുലില്ലാഹ് അയാൾ ചെയ്തു, അയാൾ നിർവഹിച്ചു. അയാളെ മാത്രം അതിന് ജനങ്ങളെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഞാൻ മനസ്സിലാക്കിയതും ഉലമായിൽ നിന്നൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചതൊക്കെ അതാണ്. നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഹജ്ജിന്റെ അനുഭവമായിട്ട് അനുഭവങ്ങളും ഹജ്ജിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മൾ അവസാനമായിട്ട് ഈ ഒരു ഹജ്ജ് പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാലഘട്ടത്തും അതൊരു ത്യാഗമാണ്. ഹജ്ജിന്റെ ഓർമ്മകൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ
അത് നമ്മളുടെ ഇസ്മായിൽ നബിൻ്റെയും അവരുടെയൊക്കെ ഓർമ്മകളാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഹജ്ജിൻ്റെ ത്യാഗങ്ങളുടെ ഓർമ്മകളാണ് അത് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഓർമ്മകളിലൂടെയൊക്കെ ഹജ്ജിനെ കണ്ടെത്താൻ എല്ലാവർക്കും സാധ്യമാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വർഷം അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർക്ക് പല പ്രാവശ്യവും പരിശുദ്ധമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച് അതിലുപരി നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന് തുല്യമായി സ്നേഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിനേക്കാളും സ്നേഹിക്കുന്ന നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ ചെന്നൊരു സലാം പറയാൻ എല്ലാവർക്കും പലവട്ടം ഭാഗ്യം നൽകുകയും നാളെ സ്വർഗത്തിൽ നമുക്ക് അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളോടുകൂടെ തിരു റസൂലുള്ളാഹിന്റെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാന്നുള്ളതും ചോദിക്കുക. സന്തോഷമായി.